ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 4th ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്. ഫസ്റ്റ് pneumonia, infection that inflames the air sacs in one or both lungs which may filled with fluid. ലങ്സിൻ്റെ എയർ സാക്സ് ഫ്ലൂയിഡ് കൊണ്ട് നിറയുന്ന ഒരു ഇൻഫെക്ഷനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഈ ന്യൂമോണിയ വരുമ്പം നമ്മുടെ എയർ സാക്സ് ഒക്കെ ഫ്ലൂയിഡും അല്ലെങ്കിൽ പഴുപ്പ് ഫ്ലൂയിഡും കൊണ്ടൊക്കെ നിറയുകയാണ് ചെയ്യുന്നത്. ന്യൂമോണിയ ഇൻഫൻസിലും പിന്നെ കുട്ടികളിലും ചെറിയ കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ ചിൽഡ്രൻസ് കുട്ടികളിലും പിന്നെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അവർക്ക് ലങ് ഡിസീസ് ഉള്ളവരും അതുപോലെ തന്നെ ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി എടുത്തവർക്ക് ഇവർക്കൊക്കെ വളരെയധികം ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ചിൽസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, കഫിങ് ഇതൊക്കെയാണ് ഇവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് ഈസ് എ ക്രോണിക് ലങ് ഡിസീസ്. ക്രോണിക് എന്ന് വെച്ചാൽ ലോങ് ടേം ഡിസീസാണ് കോസ്ഡ് ബൈ ദ ബ്രീത്തിങ് ഇൻ ആസ്ബറ്റോസ് ഫൈബേഴ്സ്. അപ്പം ആസ്ബറ്റോസ് ഫൈബേഴ്സ് ബ്രീത്തിങ് ചെയ്യുമ്പം അത് ശ്വസിക്കുന്ന സമയത്താണ് നമുക്ക് ആസ്ബറ്റോസിസ് വരുന്നത്. ആസ്ബറ്റോസിസ് ഈസ് എ ഹീറ്റ് റെസിസ്റ്റൻറ്റ് മിനറൽ ദാറ്റ് യൂസ് ടു ബി കോമൺ ഇൻ ഇൻസുലേഷൻ, വിനൈൽ ഫ്ലോർ ടൈൽസ്, സിമെൻറ്റ്, ബ്രേക്ക് ലൈനിങ്സ് ആൻഡ് അതർ പ്രൊഡക്ട്സ്. അപ്പം ഈ ആസ്ബറ്റോസ് എന്ന് പറയുന്നത് ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. ഇത് നമ്മൾ വിനൈൽ ടൈൽസ്, സിമെൻറ്റ്, ബ്രേക്ക് ലൈനിങ്സ് ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആസ്ബറ്റോസിസ് യൂസ് ചെയ്യുന്നത്. ഇനി ആസ്ബറ്റോസിസ് വന്നാൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് പൾമണറി റീഹാബിലിറ്റേഷൻ. പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ഓഫ് എക്സസൈസ് ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് എക്സസൈസ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ഹെൽപ്പ് മാനേജ് യുവർ സിംറ്റംസ്. അപ്പോൾ നമ്മുടെ സിംറ്റംസ് ഒക്കെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസിങ് പ്രോഗ്രാമാണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് ഓക്സിജൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ബ്രീത്തിങ് ബ്ലഡ് ഓക്സിജൻ ലെവൽ കുറവുള്ള ആൾക്കാർക്ക് ഒരു ഓക്സിജൻ റിച്ച് എയർ മെഷീൻ അല്ലെങ്കിൽ ടാങ്ക് വഴിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത്. സോ പൾമണറി റീഹാബിലിറ്റേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പിയാണ് നമ്മൾ ആസ്ബറ്റോസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ആസ്മ. ആസ്മ ഈസ് എ ക്രോണിക് ഡിസീസ് ഇൻ വിച്ച് certain triggers can cause your airways to swell and fill with mucus. This narrows your airways and make it harder to breathe. അപ്പം നമ്മുടെ എയർവേസ് ഒക്കെ നാരോറായിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അസുഖത്തിൻ്റെ പറയുന്ന പേരാണ് ആസ്മ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എയർ വേസ് ഒക്കെ സ്വെല്ല് ചെയ്യുകയും അതുപോലെ മ്യൂക്കസ് കൊണ്ട് നിറയുകയും കൂടിയാണ് ചെയ്യുന്നത്. ദെൻ ഈ ആസ്മ ഒരിക്കലും നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആസ്മ ക്യാൻ ബി ക്യൂർഡ് ബട്ട് വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പീപ്പിൾ വിത്ത് ആസ്മ ക്യാൻ ലീഡ് നോർമൽ ആക്റ്റീവ് ലൈഫ്സ്. അപ്പം കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാരണം നമുക്കത് കംപ്ലീറ്റ്ലി ക്യൂർ ആകാൻ വേണ്ടി പറ്റില്ലെങ്കിലും ഒരു നോർമൽ ലൈഫ് എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നിലവിലിപ്പം അവൈലബിൾ ആണ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആകുകയില്ല. നെക്സ്റ്റ് ബ്രോങ്കൈറ്റിസ്. Bronchitis is swelling in your air passage or bronchi. Bronchitis causes the bronchi to swell and filled with a sticky mucus, making it harder to breathe. അപ്പം ബ്രോങ്കൈറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ബ്രോങ്കി ഉണ്ട്. അപ്പം ബ്രോങ്കയുടെ സ്വെല്ലിങ്ങിന് പറയുന്ന പേരാണ് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നത്. ബ്രോങ്കി സ്വെല്ലാവുകയും അതുപോലെ തന്നെ അവിടെ മ്യൂക്കസ് കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നത്. അക്യൂട്ട് ബ്രോങ്കൈറ്റീസ് ലാസ്റ്റ് 2 to 3 weeks and is usually caused by വൈറസ്. അപ്പം അക്യൂട്ട് ബ്രോങ്കൈറ്റീസും ഉണ്ട് അതുപോലെ ക്രോണിക് ബ്രോങ്കൈറ്റീസും ഉണ്ട്. സോ അക്യൂട്ട് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നത് 2-3 വീക്സ് വരെ അത് ഉണ്ടാവും. അത് മെയിൻലി കോസ് ചെയ്യുന്നത് വൈറസ് കൊണ്ടാണ്. ഇനി എ കഫ് വിത്ത് മ്യൂക്കസ് ഓൺ മോസ്റ്റ് ഡേയ്സ് for the 3 months of the year is considered chronic bronchitis which can contribute to COPD. So chronic bronchitis എന്ന് പറയുന്നത് കഫത്തോട് കൂടിയുള്ള ചുമയാണ് ക്രോണിക് ബ്രോങ്കൈറ്റീസിലുള്ളത്. ആൻഡ് ഇതെന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ 3 months ഓഫ് ദ ഇയർ, വർഷത്തിൽ 3 മാസത്തിൽ അടുപ്പിച്ചടുപ്പിച്ചായിട്ടുണ്ടാകുന്ന കഫത്തോട് കൂടിയുള്ള ചുമ, അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റീസ് ഉൾപ്പെടുന്നത് COPD ഡിസീസിൻ്റെ ഇതിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് കോവിഡ്-19 ഈസ് എ വൈറസ് ദ ഡയറക്ട്ലി അഫക്ട് ദ ലങ്സിനെ അഫക്ട് ചെയ്യുന്നതാണ് കോവിഡ്-19 എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് ലങ് ഡിസീസ് ഹു ബിക്കം ഇൻഫെക്റ്റഡ് വിത്ത് കോവിഡ്-19 ആർ മോർ റിസ്ക് ഓഫ് സീരിയസ് ഇൽനെസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പം ലങ് ഡിസീസ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് കോവിഡ്-19 വരികയാണെങ്കിൽ അത് വളരെയധികം റിസ്ക് നൽകുന്നതാണ്. ദെൻ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡ്രൈ കഫ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെല്ല്, എക്സ്ട്രീം ടയർഡ്നെസ് കോൾഡ് ഫാറ്റീഗ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലീപ്പ് അപ്നിയ. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഓൾസോ കോൾഡ് OSA or obstructive sleep apnea hypopnea syndrome, is a serious breathing problem. അപ്പം സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആണ്. അതെന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് പ്രോബ്ലമാണ്.
ആൻഡ് എ പൊട്ടൻഷ്യലി സീരിയസ് സ്ലീപ്പ് ഡിസോർഡർ ഇൻ വിച്ച് ബ്രീത്തിങ് റിപ്പീറ്റഡ്ലി സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അപ്പം ഇതെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ഡിസോർഡറാണ്. ഉറങ്ങുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുകയും സ്റ്റാർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റഡായിട്ട് സ്റ്റോപ്പും സ്റ്റാർട്ടും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അസുഖത്തെ പറയുന്ന പേരാണ് സ്ലീപ്പ് അപ്നിയ. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സ്നോറിങ് ലൗഡ്ലി ആൻഡ് ഫീലിംഗ് ടയേർഡ് ഈവൻ ആഫ്റ്റർ ഫുൾ നൈറ്റ് സ്ലീപ്പ്. അപ്പം രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടും എഴുന്നേൽക്കുമ്പോൾ എന്താണ് നല്ല ക്ഷീണം തോന്നുക, പിന്നെ അതുപോലെ തന്നെ വളരെയധികം ഉച്ചത്തിൽ കൂർക്കം വലിക്കുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ദാറ്റ് പ്രൈമർലി അഫക്ട് ദ ലങ്സ്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് കോസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ആൻഡ് അത് മെയിൻലി ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ലങ്സ് മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ മറ്റ് ഏത് പാർട്സിനെയും വേണമെങ്കിലും അത് അഫക്റ്റ് ചെയ്യാം. നെയിൽസിനെയും ഹെയറിനെയും ഒക്കെ ഒഴിച്ച് ബാക്കി ഏത് പാർട്സും ഈ ട്യൂബർക്കുലോസിസ് അഫക്റ്റ് ചെയ്യാം. ദെൻ ടി ബി ഈസ് എ സീരിയസ് ആൻഡ് പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് that has been a major public health concern for centuries. അപ്പം ടി ബി എന്ന് പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടനിങ് ഡിസീസസ് ആണ്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലൂ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു റെസ്പിറേറ്ററി ഇൽനെസ് ആണ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇത് കോസ് ചെയ്തത്. ആൻഡ് ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് നോസിനെയും ത്രോട്ടിനെയും ലങ്സിനെയുമാണ്. ആൻഡ് ഈ ഇൻഫ്ലുവൻസ മൈൽഡ് ടു സിവിയർ റേഞ്ചസിൽ കാണപ്പെടുന്നുണ്ട്. വളരെയധികം മൈൽഡായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം ദോഷകരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജസിലും ഈ ഇൻഫ്ലുവൻസ കാണപ്പെടുന്നുണ്ട്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD. COPD is a chronic progressive lung disease that causes the airways in the lungs to become swollen and blocked. അപ്പം ലങ്സിൻ്റെ എയർവേസ് സ്വെല്ല് ചെയ്യുകയും അതുപോലെ ബ്ലോക്ക്ഡ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. അതൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു ലങ് ഡിസീസാണ്. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് ഇൻക്രീസിങ് ദ ഡിഫിക്കൽട്ടി വിത്ത് എവറിഡേ ആക്ടിവിറ്റീസ് ആർ ടു മോസ്റ്റ് ഓഫ് ദ കോമൺ സൈൻസ് ഓഫ് COPD. അപ്പം COPDയുടെ മെയിൻ സൈൻസ് എന്ന് പറയുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാവും. ദെൻ എംഫൈസിമ ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആർ ടു കണ്ടീഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു COPD ഇൻ മോസ്റ്റ് കേസസ്. അപ്പം എംഫൈസിമയും ക്രോണിക് ബ്രോങ്കൈറ്റീസുമാണ് മെയിനായിട്ട് COPDയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് മെയിൻ കേസസ് എന്ന് പറയുന്നത് ഇവ രണ്ടുമാണ്. എംഫൈസിമ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എംഫൈസിമ എന്ന് പറയുന്നത് ഒരു COPD ആണ്. ദെൻ ദാറ്റ് ഇൻവോൾവ്സ് ഡാമേജ് to the air sacs in the alveoli. air sacs in lungs. അപ്പം ആൽവിയോളി അല്ലെങ്കിൽ എയർ സാക്സിന് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖമാണ് എംഫൈസിമ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇത് ലീഡ് ചെയ്യുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, വീസിങ് ആൻഡ് കഫിങ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ദിസ് ഡാമേജ് ലീഡ്സ് ടു ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, വീസിങ് ആൻഡ് കഫിങ്. കോസസ് ഓഫ് ദ ഡിസീസ് ഇൻക്ലൂഡ്സ് സ്മോക്കിംഗ്, എയർ പൊല്യൂഷൻ, ജെനറ്റിക്സ്, ഏജ് എക്സെട്ര. അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്മോക്കിങ്ങും അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, പിന്നെ ജെനറ്റിക്സ്, ഏജ്, ഇവയൊക്കെയാണ് ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലങ് ക്യാൻസർ is a type of cancer that starts in the lungs and occurs when abnormal cells grow and multiply uncontrollably. അപ്പം ലങ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലെ സെൽസ് വളരെയധികം പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്രോണിക് കഫ് ദാറ്റ് ലാസ്റ്റ് 8 weeks or longer in adults or 4 weeks in children. അപ്പം കുട്ടികളിൽ 4 ആഴ്ചയും മുതിർന്നവരിൽ 8 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ചുമയാണ് ക്രോണിക് കഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐഡിയോപ്പത്തിക് പൾമണറി ഫൈബ്രോസിസ്. A chronic and progressive lung disease that causes scarring and inflammation in the lungs. അപ്പം ലങ്സിൽ സ്കാർസും അതുപോലെ ഇൻഫ്ലമേഷനും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദെൻ സർക്കോയിഡോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫ് നോഡ്സിൽ ഉണ്ടാകുന്ന ഡിസീസാണ്. നമ്മുടെ ലങ്സിലെ ലിംഫ് നോഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് സർക്കോയിഡോസിസ്. ആൻഡ് ഇൻഫ്ലമേറ്ററി ഡിസീസ് ദാറ്റ് അഫക്റ്റ് ദ ലങ്സ് ആൻഡ് ലിംഫ് നോഡ്സ് കോസിങ് ഗ്രനുലോമാസ് ടു ഫോം. അപ്പം ലങ്സിൽ എന്ത് ചെയ്യും, ഗ്രനുലോമാസ് ഒക്കെ ഫോം ചെയ്യും ഈ ഒരു ഡിസീസ് വന്നാൽ. ദെൻ സിസ്റ്റിക് ഫൈബ്രോസിസ്, എ ജെനറ്റിക് ഡിസോർഡർ ദാറ്റ് കോസസ് സ്റ്റിക്കി മ്യൂക്കസ് ടു ബിൽഡ് അപ്പ് ഇൻ ലങ്സ് ലീഡിങ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പം നമ്മുടെ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്താ തിക്കും സ്റ്റിക്കും ആയിട്ടുള്ള മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതൊരു ജെനറ്റിക് ഡിസോർഡറാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൾമണറി എംബോളിസം. എ ബ്ലോക്കേജ് ഓഫ് എൻ ആർട്ടറി ഇൻ ലങ്സ് ഓഫൻ കോസ്ഡ് ബൈ എ ബ്ലഡ് ക്ലോട്ട്. അപ്പം നമ്മുടെ ആർട്ടറീസിൽ
ഉണ്ടാവുന്ന ബ്ലോക്കേജാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഹൈ ബ്ലഡ് പ്രഷറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഇൻ ആർട്ടറീസ് ദറ്റ് സപ്ലൈ ദ ലങ്സ് ക്യാൻ ഓഫൺ കോസ് ബൈ ലങ് ഡിസീസ് ഓർ ഹെർട്ട് ഡിസീസ്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് റെസ്പിറേറ്ററി ഡിസീസസ്. ഇത്രയാണ് റെസ്പിറേറ്ററി ഡിസീസസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ സിലിക്കോസിസും ബാഗാസോസിസ് ന്യൂമോകോണിയോസിസ് ഇത്രയും ഡിസീസും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന നോട്ട്സൊക്കെ പഠിക്കുക. താങ്ക്